പ്രമുഖ നിരൂപകനായ ശ്രീ എം കെ ഹരികുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം കെ ഹരികുമാർ, എം ടിയുടെ വേർപാട് ഏത് രീതിയിലാണ് താങ്കളെ വ്യക്തിപരമായിട്ട് അനുഭവിപ്പിക്കുന്നത്? എന്ത് തോന്നലാണ് ഉണ്ടാവുന്നത്? വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാനത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 1991 അതിൽ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അങ്കണത്തിൻ്റെ അവാർഡ് ലഭിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെ യാദൃശ്ചികമായി കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടത്, ഞാൻ സംസാരിച്ച് പോകുന്നു, ഓഫീസിൽ വെച്ചാൽ കണ്ടത്. അതിന് ശേഷം തിരിച്ചു പോകുന്നു. ഞാൻ വെറുതെ ഒരു കത്തെഴുതി, ഞാനിപ്പം ചെറുകഥകളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞിരുന്നു. അപ്പം ആ ചെറുകഥ, മലയാള ചെറുകഥകളെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതുകയാണെന്ന് പറഞ്ഞ് വെറുതെ ഒരു കത്തെഴുതി. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മറുപടി അയച്ചു, ആ എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനം എനിക്ക് അയച്ചു തരിക, അത് മാതൃഭൂമിയുടെ ഈ വർഷത്തെ ഓണപ്പതിപ്പ് ചെറുകഥാ സിമ്പോസിയമാണ്, അതിൽ ചേർക്കാനാണെന്ന്. അപ്പോൾ ഞാൻ വളരെ വളരെ അതിശയിച്ചു പോയി. കാരണം നമ്മുടെ ലേഖനം അദ്ദേഹം വായിച്ചിട്ടില്ല, എൻ്റെ ലേഖനങ്ങൾ അദ്ദേഹം അധികമൊന്നും വായിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൂ. അത് ആത്മായനങ്ങളുടെ ഖസാക്കെന്നും പിന്നെ മനുഷ്യാമ്പരാന്തങ്ങൾ എന്ന 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിനോട് ഈ ലേഖനം ആവശ്യപ്പെട്ടു. ഞാൻ പെട്ടെന്ന് അയച്ചു കൊടുത്തു, 2-3 ദിവസം കൊണ്ട് എഴുതി അയച്ചു കൊടുത്തു. അത് പറഞ്ഞതുപോലെ തന്നെ അത് ആ വർഷത്തെ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ ആ കൂടെ എൻ്റെ കൂടെ അന്ന് ആ സിമ്പോസിയത്തിൽ പങ്കെടുത്തത് എം കൃഷ്ണൻ നായരും KP അപ്പനും MM ബഷീറും മറ്റുമാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം എന്നെ കണ്ടു എന്നുള്ളത് എനിക്ക് അതിശയമായിട്ട് തോന്നി. എൻ്റെ എഴുതി തുടങ്ങുന്ന ഒരു ഏകദേശം എഴുതി വന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഘടകം അതിലെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ രചനയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുഴുവൻ വായിക്കണമെന്ന് ആവശ്യമില്ല. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അസാമാന്യമായ ശക്തി അദ്ദേഹത്തിനുണ്ട്. അതായിരിക്കണം അദ്ദേഹത്തെ വലിയൊരു പത്രാധിപരാക്കുന്നത്. ഇപ്പം എല്ലാവരും ധാരാളം സാഹിത്യ പത്രാധിപന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും MT കുറിച്ച് എല്ലാവർക്കും ഒരു അധികമായ സംസാരമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ ഒരു കഴിവുണ്ട്. അതായത് ഒരു സാഹിത്യകാരനെ തൻ്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മെരിറ്റ് മനസ്സിലാക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ട് രചനയിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യത്തെ കണ്ട പല കഥാകൃത്തുക്കളെയും അതിനെ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ആധുനിക സാഹിത്യകാരന്മാരൊക്കെ ആ കാലഘട്ടത്തിലാണല്ലോ മാതൃഭൂമിയിലാണ് വന്നത്. അതിൻ്റെയൊക്കെ സംസ്കാരം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് എൻ്റെ അനുഭവത്തിൽ അത് വന്നപ്പോഴാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എക്സ്പ്രസ് പത്രത്തിലും ഒക്കെ ലേഖനങ്ങൾ എഴുതി, അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അത് ഞാനൊരു കത്ത് എഴുതിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി എഴുതി, ഹരിയുടെ ലേഖനം ഞാൻ എവിടെ കണ്ടാലും ഞാൻ വായിക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ വളരെ അധികം വേണ്ടപ്പെട്ട ഒരു വാചകമാണത്. അങ്ങനെ ഒരു വാചകം കിട്ടാൻ എളുപ്പമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മിക്കാനുണ്ട്. ഒന്ന്, കലാകൗമുദിക്കെതിരെ അദ്ദേഹം കേസ് കൊടുത്തൊരു സംഭവമുണ്ട്. അത് MV ദേവൻ ഒരു ലേഖനത്തിൽ എഴുതി, MTയുടെ കഥകൾക്ക് പാശ്ചാത്യ എഴുത്തുകാരായ ചിലരുടെ കഥകളുമായിട്ട് സാമ്യമുണ്ട് എന്ന രീതിയിൽ അത് MTയെ വല്ലാതെ വേദനിപ്പിക്കുകയും അദ്ദേഹം ഈ കലാകൗമുദിയിലാണ് അച്ചടിച്ചത്. ബോംബെ കലാകൗമുദിയിലെ വരാന്തപുരത്തിൽ അച്ചടിച്ചു വന്നത്. അപ്പം അദ്ദേഹം അതിന് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കലാകൗമുദിയുമായിട്ടുള്ള ദീർഘകാലമായ ബന്ധത്തിന് വിളിച്ചിട്ട് സംഭവിച്ചു. 2-ാം ഊഴം കലാകൗമുദിയിലാണ് പ്രസിദ്ധീകരിച്ചത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കോളം കിളിവാതിലൂടെ കലാകൗമുദി പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. അപ്പോൾ ഈ ബന്ധം എല്ലാം പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ കലാകൗമുദി പത്രാധിപരനോട് പറഞ്ഞു, MT നമ്മളിലേക്ക് കൊണ്ടുവരണം, നമുക്ക് കലാകൗമുദിയെ ഇതിൽ എഴുതിക്കാൻ പറ്റും നോക്കണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സന്ദർഭത്തിൽ ഇവർ അളകുന്നിരിക്കുകയാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. അപ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞു, അത് അവരിങ്ങനെ ചെയ്തു, അത് എനിക്കൊരു പ്രയാസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു, വാസുവേട്ട, നമ്മുടെ കലാകൗമുദിയുടെ പൂർണ്ണത്തിൽ വാസുവേട്ടൻ്റെ ഒരു സാന്നിധ്യമില്ലാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊരു വാചകം ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന് അത് പിടികിട്ടി. അദ്ദേഹം എനിക്ക് അപ്പം തന്നെ അടുത്ത വാചകം എന്നോട് പറഞ്ഞത്, ഹരി എന്നാണ് കോഴിക്കോട് വരുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കോഴിക്കോട്ട് ചെല്ലുന്ന ഒരു തീയതി പറഞ്ഞു. അദ്ദേഹം അവിടെ കാത്തിരുന്നു. ആ കോസ്മോസ് ബുക്സിൻ്റെ കോഴിക്കോടുള്ള ഒരു വലിയ കെട്ടിടമുണ്ട്, അവിടെ ഒരു മൂലയിലുള്ള മുറിയാണത്. ആ മുറിയിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരു 2 മണിക്കൂർ സംസാരിച്ചു ആ ഇൻ്റർവ്യൂ ആയിട്ട്. അത് കലാകൗമുദിയിലെ കവർ സ്റ്റോറി എടുത്തു. അപ്പോൾ അത് വലിയൊരു വഴിത്തിരിവായി. അദ്ദേഹത്തിന് ആ മനസ്സിലുണ്ടായിരുന്ന അതങ്ങ് മാറി. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു 1-2 കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹമായിട്ട് അടുത്തിടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, വളരെ ഒരു സഹിഷ്ണുതയോടുകൂടി ഇടപെടാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ, അതെനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. പ്രമുഖ നിരൂപകനായ എം കെ ഹരികുമാറാണ് നമ്മോട് സംസാരിച്ചത്. ഒരു സാഹിത്യ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൂടി എം കെ ഹരികുമാർ MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ അനുഭവങ്ങൾ ഈ നിമിഷം പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ നന്ദി.